ഡിസാസ്റ്റർ മെമ്മോറിയല് എൻ്റെ കൂടെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആദ്യം. ഞാൻ ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം. ആദ്യം മുതലേ ഉണ്ടല്ലോ. അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇവര് പറഞ്ഞു ഭൂകമ്പം ഉണ്ടായിട്ട് ഇനിയും പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ഒരു വാർണിംഗ് ഉണ്ട് ഉണ്ടായി. വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ചാടി പുറത്തിറങ്ങി ജനലൊക്കെ കൂട്ടി എന്ന് പറഞ്ഞു. ഇനിയും പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. പറഞ്ഞു എവിടെ താമസിക്കുന്ന? ആയിക്കോട്ടെ, ശരി. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നോക്കൂ, ഇന്നൊരു സൺഡേ ആണ്, March 8. സൺഡേ മാത്രമല്ല, ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്, ലോക വനിതാ ദിനം. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. 2026, 27, 28 ഇവിടെ അങ്ങോട്ട് വരും കൊല്ലങ്ങളെല്ലാം വളരെ സന്തോഷകരമായ ദിവസങ്ങളാവട്ടെ, വർഷങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മമ്മൂക്ക ആൻഡ് വയനാടാണ് വിഷയം. ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഞാൻ ഒരുപാട് ലേറ്റായി പോയി ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ. ഒരുപാട് ടേക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനുള്ളൊരു മൂഡിലായിരുന്നു സൺഡേ. ഞാൻ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ടെന്ന് പല പ്രാവശ്യം പറയെങ്കിലും, പക്ഷേ ഇപ്രാവശ്യം ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ചില പരിപാടികളിലായിരുന്നു. അപ്പോൾ മമ്മൂക്കാൻ്റെ വിഷയം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അറിയാത്തവർക്കായി വളരെ ക്വിക്കായിട്ട് ചെറിയൊരു ക്ലിപ്പ് മാത്രം പ്ലേ ചെയ്യാം. എൻ്റെ കൂടെ യെസ്, സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, സ്വന്തം കാറിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് അവിടെ വയനാട് വന്നിറങ്ങിയിട്ടുള്ള മമ്മൂക്ക തിരിച്ച് കാറില്ലാതെ പറന്നിട്ടാണ്, എയറിലൂടെ പറന്നിട്ടാണ് തിരിച്ച് പോയിട്ടുള്ളത്. ഇതുവരെ നിലത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇന്നത്തെ ഭാഷയിൽ സോഷ്യൽ മീഡിയ അതിനെ വിമർശിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിമർശനങ്ങൾ മമ്മൂക്ക ഏറ്റുവാങ്ങുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള അപ്പുറത്ത് നിൽക്കുന്ന അപമാനിതനായിട്ടുള്ള വ്യക്തി വയനാട് CPIM ജില്ലാ സെക്രട്ടറി റഫീഖാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. നോക്കൂ, ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഒരുപാട് മമ്മൂക്കാനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ആളാണ്. ഞാൻ പേഴ്സണലി മമ്മൂക്കാനെ മീറ്റ് ചെയ്താണ് സംസാരിച്ചാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 15 വർഷം ദുബായിലായിരുന്നല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് ദുബായ് മോളിൽ കൂടെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മമ്മൂക്കാനെ കാണുകയാണ്. കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളവിടുന്ന് റിഫ്ലെക്സ് വരില്ലേ, മമ്മൂക്കാന്ന് എല്ലാവരും വിളിക്കുക, മമ്മൂക്ക ഞങ്ങളെല്ലാവരും വിളിക്കുക. അന്ന് വിധു വൈഫ് മോള് വയറ്റിലുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ എല്ലാവരും വിളിക്കുന്നു. മമ്മൂക്ക മൈൻഡ് ചെയ്യാണ്ടാണ് പോവുകയാണ്. തൊട്ടടുത്ത് വിളിച്ചിട്ട് മമ്മൂക്ക മൈൻഡ് ചെയ്യാതെ പോയി. അപ്പോൾ മമ്മൂക്കാനെ പൊതുവേ അറിയപ്പെട്ടിരുന്നത് ഭയങ്കര ജാടുള്ളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഞങ്ങൾ സത്യം പറയാൻ ഭയങ്കര വിഷമമായി പോയി, ജാടയിൽ പോയി. എന്നിട്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇതൊരു ജാടയല്ലേ, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കാണിച്ചാൽ മതി, നമുക്കൊന്ന് കൈകൊണ്ട് നമ്മളോട് കാണിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് മൂളിയാണ്ട് പോയി. ഞങ്ങളത് പറഞ്ഞിട്ട് വന്നപ്പോൾ താഴെ പാർക്കിംഗ് ലോട്ടിന് അവിടേക്ക് എത്തിയപ്പോൾ ഒരാൾ വന്നിട്ട് ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂക്കാൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒറ്റടിക്ക് വേണ്ട, ഞാൻ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു വേണ്ട, ഫോട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് അത്രയും വിഷമമായി പോയി. നമ്മൾ അത്രയും വിളിക്കുന്ന കുട്ടി എൻ്റെ മോനൊക്കെ കിടന്ന് വിളിക്കുകയാണ്. അല്ല, മമ്മൂക്ക വിളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ മമ്മൂക്ക പാർക്കിംഗ് ലോട്ടിൽ വണ്ടി കാത്ത് നിൽക്കുന്നതിന്, വണ്ടി അവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളെ കാത്ത് നിൽക്കുകയാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കേട്ടോ. മമ്മൂക്കാൻ്റെ ആയിട്ട് മമ്മൂക്ക കാത്ത് നിൽക്കുക. അപ്പം ഞങ്ങൾ മഞ്ചേരിയാണ്. മമ്മൂക്ക പണ്ട് ഇവിടെ വക്കീലായിരുന്നല്ലോ മഞ്ചേരി. പിന്നെ വൈഫിൻ്റെ അമ്മയുടെ അച്ഛൻ ഇവിടെ SI ഒക്കെ ആയിരുന്നു. അപ്പം ആ സമയത്തൊക്കെ മമ്മൂക്കാനെ അറിയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി വളരെ സന്തോഷകരമായിട്ട്. എന്താ പറയുക, നമ്മളൊക്കെ ഒരു വീട് ഇത്രയും നേരം മമ്മൂക്കാനെ കേട്ട പോലെ ആയിരുന്നില്ല. ജാട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അനുഭവം കേട്ടോ പറഞ്ഞത്. ജാട എന്ന് പറഞ്ഞ് കേട്ട പോലെ ആയിരുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മളൊരു വീട്ടിലൊരാളെ പോലെ ഇത്രയും വലിയൊരു വ്യക്തി നമ്മളോട് പെരുമാറി. കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. മോനത് പല്ലൊക്കെ പോയിരുന്നു, എവിടെയാണ് നിൻ്റെ പല്ലൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. ഇന്നാണെങ്കിൽ വീഡിയോ ആക്കിയിരുന്നു, വ്ളോഗ് ആക്കിയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളോട് പെരുമാറി ഭയങ്കര നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ഞങ്ങൾ വളരെ ഫ്യൂ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ലെങ്കിലും മമ്മൂക്കാനെ പോലെ ഒരാളെ കണ്ട സമയത്ത് അദ്ദേഹത്തിന്
അതിൻ്റെ അടുത്തുണ്ടായൊരു അനുഭവം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ റീസെൻ്റായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് മമ്മൂക്കാനെ കാണുന്നതൊക്കെ ഭയങ്കര വാത്സല്യത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കുന്ന ഒരു മമ്മൂക്ക. അപ്പം ഭയങ്കര ജാടുള്ള മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആ ഒരു പ്രതിച്ഛായ മാറിയിട്ട് ഇപ്പോൾ ഭയങ്കര രസമായിട്ട് വാത്സല്യത്തോടു കൂടി എല്ലാവരും ചേർത്ത് നിർത്തി സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയും പ്രായമാവുന്ന സമയത്ത് മനുഷ്യന് കുട്ടികളുടെ സ്വഭാവമാവും, ആ പ്രായമാവുന്ന സമയത്ത് ഇവർക്ക് എല്ലാവരോടും ഒരു വാത്സല്യമാണ് എന്ന് പറഞ്ഞിരുന്നൊരു സിറ്റുവേഷനിലാണ് വളരെ അൺഫോർച്ചുനേറ്റായിട്ട് വയനാട് നടന്നിട്ടുള്ളൊരു സംഭവം. പലരും ഇതിന് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. കർമ്മ എന്ന് പറയുന്നുണ്ട്, കാരണം ടി സിദ്ദീഖിനെ കൂവിയെ അതേ കർമ്മ തിരിച്ചടിച്ചു എന്ന് പറയുന്നുണ്ട്. റഫീഖ് അവിടെ ആളാവാൻ നിന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ആ വീഡിയോയിൽ കാണുന്ന റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള വയനാട് CPM ജില്ലാ സെക്രട്ടറി റഫീഖ് സത്യം പറഞ്ഞാൽ വയനാടിൻ്റെ ഒരു ഹോസ്റ്റാണ്. മമ്മൂക്ക അവിടെ വന്ന സമയത്ത് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മമ്മൂക്കാനെ പോലെ ഒരു മഹാനടന ഒരു വ്യക്തിനെ വിമർശിക്കാൻ നമ്മൾ ആരുമായിട്ടില്ല, പക്ഷേ അഭിപ്രായങ്ങൾ പറയുകയാണല്ലോ. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് മമ്മൂക്കാനെ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കാം. ഇന്ന് ഇപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുള്ള മമ്മൂക്കാനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പോലും എൻ്റെ ഇതേ അഭിപ്രായമാണ്. അത് വേണ്ടിയിരുന്നില്ല മമ്മൂക്ക. മമ്മൂക്ക എന്തർത്ഥത്തിലാണ് എന്ത് ചിന്തിച്ചിട്ടാണ് ഇത് പറഞ്ഞെന്നുള്ളത് അറിയില്ല. അഹങ്കാരമാണോ അതോ ഇനി അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞാണോ എന്താണ് നമുക്കറിയില്ല. പക്ഷെ കണ്ട സമയത്ത് അതിൽ അഹങ്കാരത്തിൻ്റെയും മറ്റുള്ള വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലുള്ള എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ കാണാൻ കഴിഞ്ഞു. അത് റിയലി അൺഫോർച്ചുനേറ്റ് ആണ്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിയോ പരിപാടിയോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കും, അവിടെ നിന്ന് ചിന്തിക്കണം. അയാളുടെ മുഖം എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുന്ന സമയത്ത് ഭയങ്കര വിഷമമായിപ്പോയി. എത്രത്തോളം അപമാനഭാരം ആ മനുഷ്യൻ ആ ഒരു നിമിഷത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ എന്താ പറയുക, ഈ ഇടതുപക്ഷ അനുഭാവികളല്ലാത്തവർ പോലും ഇന്ന് മമ്മൂക്കാനെ തള്ളി പറഞ്ഞ് റഫീഖിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആദ്യം എത്തിയ വ്യക്തികളിൽ ഒരാളാണ് റഫീഖ്. മമ്മൂക്ക അവസാനം വന്ന ആളാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈ മമ്മൂക്കാരെ ഫാൻസ് ഇപ്പം എന്നോടൊന്നും ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളെന്നെ ഇരുത്തി ചിന്തിച്ചു നോക്കുള്ളൂ, ചെയ്ത് ശരിയായോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ ന്യായീകരിച്ച് പിടിച്ചിട്ടല്ല വേണ്ടത്. നമ്മൾ വിമർശിക്കണമെന്നല്ല, വിമർശിക്കുന്നതിനും ഭാഷയുണ്ട്. ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടു മമ്മൂക്കാനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ റഫീഖിനെ വളരെ മോശമായിട്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വരാം, അടുത്തൊരു വീഡിയോയിൽ വരാം. തൽക്കാലം ഈ ഒരു വിഷയത്തിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു കുറിപ്പുണ്ട്. വളരെ എനിക്കത് ഞാൻ ആ കുറിപ്പ് ഇവിടെ വായിക്കാം, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം മാത്രം പറയട്ടെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ വയനാട് ദുരന്തം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് റഫീഖ്. ശരിയാണ്, നാട്ടുകാരുടെ പൈസയാണ് അവിടെ ഉള്ളത്, നമ്മളെല്ലാവരും കൊടുത്തുള്ള കാശ് തന്നെയാണ് അതിലുള്ളത്. അതിനാണ് നമ്മൾ മലയാളികളാണ് നിൽക്കുന്നത്. ഒരു വലിയ കാര്യമാക്കിയിട്ട് ശരിയാണ്, വലിയ കാര്യമാണ്. നമ്മളെ മലയാളികളുടെ പ്രത്യേകത അതാണ്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിന് ഞങ്ങൾ മലയാളികളാണ് അത് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പറയാൻ കാരണം വെച്ചാൽ അതാണ് നമ്മളുടെ ബ്ലഡിൽ അതുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ വായിക്കാം കേട്ടോ. മമ്മൂട്ടി രാഷ്ട്രീയക്കാരനല്ല, റഫീഖിൻ്റെ പാർട്ടിയുടെ നേതാവല്ല, ബന്ധുവല്ല, LDF സർക്കാരിലെ മന്ത്രിയല്ല, കൂടെ അഭിനയിക്കുന്ന ആളല്ല, എപ്പോഴെങ്കിലും കൂടെ പ്രവർത്തിച്ച ആളുമല്ല. മമ്മൂട്ടിയുടെ കൂടെ നടന്നില്ലേൽ, മമ്മൂട്ടി എത്തുമ്പോൾ അവിടെ ചെന്നില്ലേൽ റഫീഖിൻ്റെ പാർട്ടി സ്ഥാനത്തിന് ഒരു ഇളക്കവും തട്ടില്ല. സ്ഥിരമായിട്ട് മമ്മൂക്കാൻ്റെ കൂടെയുള്ള വ്യക്തിയാണ് രമേശ് പിഷാരടി. ആൾക്കാർ ഇതും കൂടി ചേർത്തിട്ടാണ് ഇതിനെ കംപ്ലീറ്റ് വിമർശിക്കുന്നത്. അല്ലാണ്ട് ഫുൾ ടൈം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം അവിടെ ഒരു ക്യാമറ സ്പേസ് കിട്ടാനോ അല്ലെങ്കിൽ മമ്മൂക്കാനെ കൊണ്ടുവന്നത് ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് മമ്മൂക്കാനെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ അവിടെ ഒരു ക്യാമറ പ്രസൻസ് അവിടെ എനിക്ക് തോന്നുന്നില്ല റഫീഖ് തന്നെ അങ്ങനത്തെ റഫീഖിന് വയനാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് കേട്ടോ. റഫീഖ് എന്ന വ്യക്തിക്ക് വയനാട്ടിൽ അങ്ങനെ ഒരു സംഗതിയുടെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായിട്ട് അന്നത്തെ വിഷയങ്ങൾ കണ്ട് കാര്യങ്ങൾ അറിയുന്നവർക്കറിയാം, രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട്. എന്നിട്ടും പുതിയ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ മമ്മൂട്ടി വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ ജില്ലയിലെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ CPM ജില്ലാ സെക്രട്ടറി റഫീഖ് അവിടെ എത്തി. അത് മമ്മൂട്ടി എന്ന സിനിമാ നടന് റഫീഖ് നൽകുന്ന പരിഗണനയാണ്. പാർട്ടി ചാനലിൻ്റെ ചെയർമാൻ എന്ന രീതിയിലുള്ള ഇത്തിരി ആദരവും അതിലുണ്ടാകും.
ഒരു പ്രമുഖ നടനോടുള്ള ഇഷ്ടവും ആ അനുഗമിക്കലിൽ ഉണ്ടെന്ന് തന്നെ വെക്കുക. നമ്മൾ മമ്മൂക്ക അതുപോലത്തെ ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ കഥാപാത്രങ്ങളാണ്, അല്ലാണ്ട് ഇപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. പല ആൾക്കാരും പറയണേക്കാ ഈ വെട്ടി തുറന്ന് പറയുന്ന ആൾക്കാർ മമ്മൂക്ക അങ്ങനെ ടൈപ്പ് ആളാന്ന് കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ അങ്ങനെ പിന്നെ പ്ലീസ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്, ഉള്ളിൽ എന്തെങ്കിലും കാണിക്കാതെ. പല ആൾക്കാരും പറയും ഈ തുറന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ തുറന്ന് പറയുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നുള്ളത് ഈ പറയുന്നവർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് കുറേ, എന്തും വെട്ടി തുറന്ന് പറയും. പക്ഷെ ആ പറയുന്ന സമയത്ത് ഇനി ഇയാൾ ഇതിങ്ങനെ ആയിട്ട് മമ്മൂക്കയ്ക്ക് ഫീൽ ചെയ്തു എന്ന് വിചാരിക്കുക, ഇതിങ്ങനെ അങ്ങനെ പറഞ്ഞത് ശരിയായോ? കൂടെ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് അനുയായികൾ കൂടല്ലേ, നമുക്കതിൻ്റെ കൂടെ വന്ന ആൾക്കാരില്ലേ, അവരെത്ര സൂചിപ്പിക്കാലോ. അത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ക്യാമറ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാലോ, വളരെ കൃത്യമായിട്ട് അവിടെ ക്യാമറ ഉണ്ട്, ഈ നടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ക്യാമറ കണ്ണുകൾ എടുക്കുന്നുണ്ട്. ഓരോ ശ്വാസം വലിക്കുന്നത് പോലും ഒപ്പിയെടുക്കാൻ മൈക്കുകളുള്ള സമയത്ത് ഈ പറഞ്ഞ സംഭവം എനിക്കറിയില്ല. പ്രായമായ സമയത്ത് ഇനിയിപ്പോൾ എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയില്ലല്ലോ. മമ്മൂട്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ വാഷ്റൂമിലും ബെഡ്റൂമിലും മാത്രമായിരിക്കും. അല്ലാത്തപ്പോഴെല്ലാം അദ്ദേഹത്തിന് ചുറ്റും ആരെങ്കിലും ഉണ്ടാകാറുണ്ട്. ഒരാൾ ആദ്യമായല്ല മമ്മൂട്ടിയുടെ ഒപ്പം നടക്കുന്നു എന്ന് തന്നെ. ആൾക്കൂട്ടം അലർജിയായ നടനല്ല അദ്ദേഹം എന്നുകൂടി ഈ പറഞ്ഞതിന് അർത്ഥമുണ്ട്. സത്യമാണ്, കൂടെ സ്ഥിരമായിട്ട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണത് പറഞ്ഞ് തൻ്റെ ജില്ലയിലെത്തിയ ഒരു അതിഥിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് സ്വീകരിക്കാൻ വന്നു എന്ന അപരാധമേ റഫീഖിൽ ആരോപിക്കാനുള്ളൂ. വളരെ കറക്റ്റ്. അദ്ദേഹത്തെ ആൾക്കൂട്ടത്തിൽ അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. പാർട്ടിക്കാർ വിളിച്ചിട്ടാണ് താൻ വന്നത് എന്ന് ആരെങ്കിലും വിചാരിച്ചാലോ എന്നതുകൊണ്ടാണ് മമ്മൂട്ടി റഫീഖിനോട് മാറി നടക്കാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ തന്നെയും എന്താണ് തെറ്റ്? പാർട്ടിക്കാർ വിളിച്ചിടത്ത് പോകാത്ത ആളാണോ മമ്മൂട്ടി? പാർട്ടിക്കാർ ക്ഷണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി കേരളം പണിതു നൽകിയ ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയല്ലേ വിളിക്കുന്നത്? അങ്ങനെ വിളിക്കുന്നതിലും തെറ്റില്ല, പോകുന്നതിലും തെറ്റില്ല. അതിൻ്റെ റീലാക്കി പാർട്ടിക്കാർ പ്രചരിപ്പിച്ചു എന്ന് കരുതുക. മമ്മൂട്ടി ടൗൺഷിപ്പ് കാണാൻ വന്ന വകയിൽ ഒരൊറ്റ വോട്ടും പ്രത്യേകമായി പാർട്ടി പെട്ടിയിൽ വീഴില്ല. ഏത് പാർട്ടിയുടെ കാര്യത്തിലും ഏത് നടൻ്റെ കാര്യത്തിലും അത്രയേ ഉള്ളൂ. കാരണം ഇത് കേരളമാണ്, നമ്മുടെ നാട്ടിൽ പഴയ തമിഴ്നാട്ടിലത്തെ ആ ഒരു കണ്ടീഷനൊന്നല്ല. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ജയസൂര്യ തുടങ്ങിയ ഒരു നടനെ വെച്ചും കേരളത്തിൽ ഒരു വോട്ടും അധികമായി ഉണ്ടാക്കാൻ കഴിയില്ല. അവരെ താങ്ങി നടക്കുന്ന നേരം കൊണ്ട് നാട്ടുകാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ ആ വകയിൽ 2 വോട്ട് അധികം കിട്ടിയേക്കും. തമിഴ്നാട്ടിൽ വിജയ് ഉണ്ടാക്കിയതുപോലെ ഒരു പാർട്ടി മമ്മൂട്ടിയോ മോഹൻലാലോ ഉണ്ടാക്കി നോക്കട്ടെ, അപ്പോഴറിയാം അവരുടെ എല്ലാം ജനപിന്തുണയും തോന്നും. വളരെ കറക്റ്റാണ് കേട്ടോ. ഇതിൽ വേറൊരു വിഭാഗം കണ്ടു, മമ്മൂക്ക ഫാൻസിനെ ചൊറിയാൻ നിൽക്കരുത്, വരുന്ന ഇലക്ഷന് അത് തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ. തന്നെ ഉപയോഗിച്ച് പാർട്ടിക്കാർ അങ്ങനെ ഷൈൻ ചെയ്യേണ്ട എന്ന് ചിന്തിക്കാനുള്ള അവകാശം മമ്മൂട്ടിക്കുണ്ട്. അതിനുള്ള നല്ല മാർഗം ആരെയും അറിയിക്കാതെ അവിടെ ചെല്ലുക, കണ്ടുപോവുക എന്നതാണ്. ആരെങ്കിലും അറിയിച്ചു കൊണ്ടാകില്ലേ റഫീഖ് അവിടെ വന്നിട്ടുണ്ടാവുക? കറക്റ്റായിട്ട് വരുന്നു എന്ന് അറിയിച്ചോണ്ടല്ലേ മമ്മൂട്ടി അവിടെ വരുന്നു എന്ന കാര്യം റഫീഖ് കവടി നിരത്തി കണ്ടെത്തിയെന്നാകില്ല എന്നതും ഉറപ്പുള്ള കാര്യമാണ്. ആ നിലയ്ക്ക് ഒപ്പം വന്ന നടൻ ആ പൊതുപ്രവർത്തകനോട് ഇത്തിരി മര്യാദ ആകാമായിരുന്നു മമ്മൂട്ടിക്ക്. കറക്റ്റായിട്ട് മമ്മൂട്ടിക്ക് കുറച്ച് മര്യാദ ആകാമായിരുന്നു. സിനിമാ നടന്മാരെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതിൽ സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. സിനിമാക്കാരുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പൊതുചടങ്ങുകൾക്ക് എന്തോ ഒരു കുറവുണ്ട് എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് സിനിമാക്കാർക്ക് ഇല്ലാത്ത പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. കലോത്സവത്തിൽ അതിഥിയായി അവർ വേണം, സാഹിത്യ ഫെസ്റ്റുകളിൽ ഉദ്ഘാടനം ചെയ്യാൻ അവർ വേണം, സർക്കാർ ക്യാമ്പസുകളിൽ ബ്രാൻഡ് അംബാസഡറുമായി അവരെ തന്നെ കിട്ടണം. പൊതുപരിപാടികളിൽ മന്ത്രിമാരുടെ ഇടത്തോ വലത്തോ ഒരു സിനിമാക്കാരൻ ഇരുന്നില്ലേൽ എന്തോ കുറച്ചിലാണ് എന്ന് ചിന്ത മാറ്റിവെച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് നടക്കേണ്ടത്. വളരെ കറക്റ്റ്. നമ്മൾ ഈ സിനിമ ഇവരൊക്കെ അഭിനയിച്ച ക്യാരക്ടേഴ്സിനാണ് കാണുന്നത്. റിയൽ ലൈഫിൽ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹേമ കമ്മീഷൻ്റെ പരിപാടിയൊക്കെ വന്ന സമയത്ത്, അല്ല അതിന് മുന്നേ തന്നെ അവിടെയും ഇവിടെ ഉണ്ട്, പല ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന സമയത്ത്, ഞാൻ മമ്മൂക്കാരെ ഇതിൽ പറയില്ല കേട്ടോ, മുപ്പത് ഇതിലൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ പൊതുവായിട്ട് പറയുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. സിനിമ ഒരു കലയ്ക്കപ്പുറം ഒരു ജീവിതോപാധി കൂടിയാണ്. പണിയെടുക്കുന്ന പ്രതിഫലം പറ്റുന്ന കോഴിക്കോട് വലിയങ്ങാടിയിലെ തൊഴിലാളികളും കൽപ്പറ്റ ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ പങ്കാളിയായ ജോലിക്കാരനും അത് തന്നെയാണ് ചെയ്യുന്നത്. അവർ ആയിരങ്ങളിൽ സാലറി വാങ്ങുമ്പോൾ നടന്മാർ ലക്ഷങ്ങളിൽ വാങ്ങുന്നു എന്ന വ്യത്യാസം മാത്രം. ലക്ഷങ്ങൾ കയ്യിലുള്ളവനെ ഒരു മാനദണ്ഡവുമില്ലാതെ സ്നേഹിക്കാൻ മലയാളിക്ക് എളുപ്പം സാധിക്കും. സാധാരണക്കാരനായാലും ഉന്നത പദവികളിൽ ഇരിക്കുന്നവരായാലും അക്കാര്യത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു കടപ്പാട് ഒരു വ്യക്തി എഴുതിയിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ഡിസ്കഷൻ പല കോലത്തിൽ ഇതിനെ വെച്ച് പോകുന്നുണ്ട്.
ഇനി ഒരു കാര്യം ഇത്ര മാത്രം പറയാനുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, മമ്മൂക്കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും പറയാനാരുമല്ല, പേഴ്സണലായിട്ട് ആരെങ്കിലും ത്രൂ അറിയിച്ചാൽ പോരെ, അത് ശരിയല്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ എന്തിനാണത് പരസ്യമായിട്ടുള്ള ഒരു ശകാരം പോലെ തന്നെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഒരു ശരിയായിട്ടുള്ള പരിപാടി ആയിരുന്നില്ല. അത് വല്ലാത്തൊരു ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇന്നത്തെ ചർച്ച അത് മാത്രമാണ്. പലരും പല രീതിയിലും കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ എന്തുദ്ദേശിച്ചിട്ടാണ് മമ്മൂക്ക അത് പറഞ്ഞിട്ടുള്ളത് മമ്മൂക്കയ്ക്ക് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയില്ല. മമ്മൂക്കയ്ക്ക് മാത്രം അറിയുന്നൊരു സംഭവമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വല്ല എക്സ്പ്ലനേഷനോ പരിപാടിയോ കാര്യങ്ങളോ വരുമെന്നുള്ള അറിയില്ല. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിലിപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് പലരും വരുമായിരിക്കാം, ഐ ഡോണ്ട് കെയർ. പക്ഷെ എന്നാലും ഞാൻ മമ്മൂക്കാരെ കാലങ്ങളിൽ എത്രയോ വീഡിയോകൾ സപ്പോർട്ട് ചെയ്ത് കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ പറയുന്ന സംഭവം ഒരു മാനുഷിക മനുഷ്യൻ എന്നുള്ള പരിഗണന, ഒരു മനുഷ്യൻ. ഇതുപോലെ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പല സെലിബ്രിറ്റീസ് നടക്കുന്ന സമയത്ത് ഒപ്പം ഇങ്ങനെ ഇതിനൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ നടന്മാർ പുഷ് ചെയ്ത് മാറ്റുന്നത്. അതുപോലെയല്ല ഈ ഒരു വ്യക്തി. വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആദ്യം വന്ന് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പങ്കുചേർന്ന് അതിനുശേഷം ഇത്രയും കാലങ്ങളിൽ അവിടെ പിന്നെ CPM ജില്ലാ സെക്രട്ടറിയാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അവിടേക്കൊരു മമ്മൂക്കാനെ പോലെ ഒരു മഹാനടൻ വരുന്ന സമയത്ത് അവിടെ ഹോസ്റ്റായിട്ട് അവർ മമ്മൂക്കാനെ സ്വീകരിക്കാൻ നിൽക്കേണ്ട, സ്വന്തം വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് ഒരു മുതിർന്ന ആൾ നിൽക്കുന്ന പോലെ അങ്ങനെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അത് നിന്നേലും എന്താ തെറ്റുള്ളത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.